അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വിശദമായി പരിശോധിച്ചാൽ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ബോധ്യപ്പെടാൻ കഴിയുള്ളൂ. കാര്യത്തിൽ പാർട്ടിയും മുന്നണിയും ഇതിനോടകം തന്നെ അതിൻ്റെ നിലപാടുകളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് ആധികാരികമായി ഞാൻ മറുപടി പറയുന്നത് ശരിയല്ല. എങ്കിൽ പോലും ഒരു വർഗീയമായ ചേരിതിരിവ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഒരു നിലപാട് ആരെടുത്താലും അത് ശരിയായൊരു സമീപനമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കേരള കോൺഗ്രസ് പാർട്ടി എസ് എൻ ഡി പി യോഗത്തോട് എപ്പോഴും ഏറ്റവും സൗഹൃദപരവും അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മാണിസാറിൻ്റെ കാലത്താണ് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള വഴിക്കടവിൽ മുരുകൻ മലയിൽ 25 ഏക്കറാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 25 ഏക്കർ സ്ഥലം എസ് എൻ ഡി പി യോഗത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ട്രസ്റ്റിന് പതിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മുരുകൻ മല എന്ന് ബോർഡ് വെച്ച് എസ് എൻ ഡി പി വക എന്ന് ബോർഡ് വെച്ച് അവരുടെ അധീനതയിൽ തന്നെയുണ്ട്. അത് മാണിസാറ് കൊടുത്താണ്. എന്നാൽ അവിടെ തൊട്ടടുത്തുള്ള കുരിശുമലയ്ക്ക് കേവലം 4 ഏക്കർ മാത്രമാണ് പട്ടയം നൽകിയിട്ടുള്ളത്. അതിപ്പോൾ അടുത്ത നാളിൽ പരിശോധിച്ചപ്പോൾ കുരിശുമലയിലെ അച്ഛന്മാരൊക്കെ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഒരു പ്രധാന പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നു. ഈയിടെ ഡിജിറ്റൽ സർവേ വന്നപ്പോൾ ഒരു വലിയ പ്രശ്നം അവർ അഭിമുഖീകരിക്കുക. ഈ പള്ളി ഇരിക്കുന്നത് പട്ടയഭൂമിയിലാണ്. അത് കഴിഞ്ഞ് അവർക്ക് നൽകിയിരിക്കുന്ന പട്ടയം അങ്ങ് ആ പള്ളിയുടെ ബാക്കിലേക്കാണ്. ഈ ബാക്കി ഭാഗം എന്ന് പറഞ്ഞാൽ വലിയ കൊടും കൊക്കയാണ്. ഒരാൾക്ക് പോലും ഇറങ്ങിപ്പോലും പോകാൻ വയ്യാത്ത, വല്ല വരച്ചിട്ട് പോയി ചാടാനുള്ള ഇറങ്ങിപ്പോലും പോകാനല്ലാത്ത കൊക്കയുടെയാണ് പട്ടയം. പള്ളിയുടെ മുൻവശത്തിരിക്കുന്ന കുരിശ് പോലും അല്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വിവേചനപരമായ സമീപനം കേരള കോൺഗ്രസ് ഒരു സമുദായത്തോടും സ്വീകരിക്കാറില്ല. കേരള കോൺഗ്രസ് എല്ലാ സമുദായത്തോടും ഒരേ സൗഹൃദവും ഒരേ സമീപനവും സ്വീകരിക്കുന്ന കേരളത്തിലെ തികഞ്ഞ മതേതര നിലപാട് കെ മാണി സാർ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ജോസ് കെ മാണിയുടെ കാലത്തും ഞങ്ങൾ അതേ നിലയിൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊന്നും ഒരു വ്യത്യാസവും കേരള കോൺഗ്രസ് വരുത്തിയിട്ടില്ല, വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. കേരള കോൺഗ്രസ് എല്ലാവരോടും ഒരേ സൗഹൃദ സമീപനവും തികഞ്ഞ മതേതര സമീപനവും വെച്ച് പുലർത്തുന്ന പാർട്ടിയാണ്. അത് തികച്ചും തെറ്റാണ്. എൻ്റെ അറിവിൽ 4 ഏക്കറിൻ്റെ ഭൂമി മാത്രമേ അവർക്ക് പട്ടയം കിട്ടിയിട്ടുള്ളൂ. ആ 4 ഏക്കർ തന്നെ അതിനകത്ത് 90% ഉപയോഗിക്കാൻ മേലാത്ത ഭൂമിയാണ്. ഇപ്പം അവർ എൻ്റെ അടുത്ത് കൊണ്ട് അപേക്ഷ തന്നിരിക്കുകയാണ്, അതൊന്ന് മാറ്റി ഈ 4 ഏക്കർ തന്നെ മതി, കൂടുതലൊന്നും വേണ്ട, അത് ഉപയോഗിക്കാവുന്ന ഭൂമിയിലേക്ക് തരണം. ഞാനത് ഗവൺമെൻറ് സമർപ്പിച്ചിട്ടിരിക്കുക. ഈ 4 ഏക്കർ കിട്ടിയെന്നുള്ളത് ശരിയാണ്, പക്ഷേ അഗാധമായ കൊക്കയാണ് ഈ 4 ഏക്കറിന്. അതൊന്ന് മാറ്റി തിരുത്തി ഉപയോഗിക്കാവുന്ന ഭൂമിയാക്കി തരണമെന്ന് പറഞ്ഞ് അവർ അപേക്ഷ സമർപ്പിച്ചു. അല്ല 500 ഏക്കറൊന്നും കൊടുത്തിട്ടില്ല.